ഗംഗേച്ചിയും കഞ്ചനാമ്മയൊക്കെ വന്ന കണ്ടില്ലേ? ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാൽ എടുക്ക. വന്നത് കാണാഞ്ഞിട്ടോ മര്യാദ അറിയാഞ്ഞിട്ടോ അല്ല ഗിരിയേട്ട. എന്തെങ്കിലും ചോദിക്കാൻ പേടിയായിട്ടാ. മറുപടി എന്താകുന്നു പറയാൻ കഴിയില്ലല്ലോ. കണ്ട കണ്ട കണ്ട, നമ്മള് മോശക്കാരാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം? എന്റെ പൊന്നേ, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി നീ ഒട്ടും ബുദ്ധിമുട്ടണ്ട. ഞങ്ങൾ വന്നതുപോലും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ടപ്പോ തന്നെ അവൾ അത് കാണിക്കുകയും ചെയ്തു. അല്ല, അറിഞ്ഞില്ലേ പുതിയ വിശേഷങ്ങള്? വക്കീൽ അളിയൻ ഒരു മോളുണ്ടെന്ന്. അതാരാണെന്നറിയോ? ആ തരകം വക്കീലിന്റെ മോള് ക്ലാരയുടെ ദത്തുപുത്രി സ്നേഹ. ആ കൊച്ചിനെ ഏറ്റെടുത്ത് വളർത്താനാണത്ര പ്ലാൻ. പെങ്ങൾ അതിന്റെ പേരിൽ ശരിക്ക് വാങ്ങിച്ചു കൂട്ടുന്നുമുണ്ട്. അവനിനി ആരെ പേടിക്കാനാ? ഉള്ള ഒരുത്തൻ എന്നേക്കുമായി കിടപ്പിലും ആയി പോയില്ലേ. ഇനി എന്തു വേണമെങ്കിലും ആകാലോ. ചോദിക്കാനും പറയാനും ആരിയ്ക്കുന്നു? അവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ കഞ്ചനമ്മേ? എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. പെങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ചിന്ത ഇവനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ശ്യാമേട്ടൻ ഇതിനൊന്നും ധൈര്യപ്പെടുകയില്ലായിരുന്നു. ഞങ്ങൾ അന്ന് പറഞ്ഞ പോലെ ശാലിനിയുടെ കാര്യത്തിൽ നീ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ അവനൊന്ന് അറച്ചേനെ. ചത്താലും നീ അവളെ അള്ളിപ്പിടിച്ചിരിക്കൂന്ന് അവന് നല്ലോണം അറിയാം. അതുകൊണ്ടാ മോനെ ഇതൊക്കെ. ഈ കഞ്ചനമ്മ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതല്ലടാ മോനെ. നിനക്ക് അന്ന് ബുദ്ധി തോന്നിയില്ലല്ലോ. ഇനി നീ പഠിക്കാൻ പോന്നതേ ഉള്ളൂ. നീ കണ്ടോ? ആ ഭ്രാന്തി പെണ്ണിന്റെയും കൊച്ചിന്റെയും കൂടെ അവൻ പൊറുക്കാൻ പോകുന്നത് വൈകാതെ നമുക്ക് കാണാം. നീ കാത്തിരുന്നോടാ. സത്യമാണ് മൈക്കിൾ, സ്നേഹ ശ്യാമിന്റെ മോൾ തന്നെയാണ്. ആർക്കും ആ സത്യം ഒരിക്കലും നിഷേധിക്കാനും ആവില്ല. അപ്പോ അയാൾ ഓടി നടക്കുകയാണ്. ആ ശ്യാം തിരുസഭയെയും കോടതിയെയും ഒക്കെ അയാൾ സമീപിക്കും. വിധി അയാൾക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ വന്നാൽ ക്ലാരയുടെ മനോഭാവത്തിനും തീരുമാനത്തിനും ഒക്കെ ശരിയാണ്. മൈക്കിൾ ഭയക്കുന്ന പോലെ തന്നെ സംഭവിച്ചേക്കാം. ആ കുഞ്ഞ് അവൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ മൈക്കിളിനോടൊപ്പം വരാൻ തയ്യാറായത് തന്നെ. സ്നേഹം അവൾക്ക് നഷ്ടമായ അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു മൈക്കിൾ. ദൈവം ഇനി എന്നോട് പുറത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ. നഷ്ടപ്പെട്ടു എന്ന് കരുതിയതെല്ലാം തിരിച്ചു കിട്ടാൻ പോകുന്നു ഞാൻ സന്തോഷിച്ചു. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും വീണ്ടും തകരുകയാണല്ലോ മദർ. നിരാശനാകാതിരിക്കും മൈക്കിൾ. ശുഭപ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. ഇനി എനിക്ക് എന്ത് ശുഭപ്രതീക്ഷയാണ് മദർ? ക്ലാര എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും മടങ്ങി വരുമെന്ന് മദറിന് തോന്നുന്നുണ്ടോ? ഇല്ല, അവൾ വരില്ല. എനിക്കത് ഉറപ്പാ. ഞാനിപ്പോ മൈക്കിളിനോട് എന്താ പറയേണ്ടത്? ഞങ്ങൾ പൊക്കോട്ടെ മദർ. ആരും അറിയാതെ, എങ്ങോട്ടാണെന്നറിയാതെ. മുൻപ് തീരുമാനിച്ചിരുന്നത് പോലെ തന്നെ ക്ലാരയും സ്നേഹമുളയും കൂട്ടി. എനിക്ക് ഇനി അത് അനുവദിക്കാൻ കഴിയില്ല മൈക്കിൾ. അങ്ങനെയായാൽ തിരുസഭയെയും ബിഷപ്പിനെയൊക്കെ ധിക്കരിച്ച പോലെ ആവില്ലേ? മൈക്കിളിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാഞ്ഞിട്ടല്ല. എങ്കിലും
എന്റെ പരിമിതികളെക്കുറിച്ച് മൈക്കിളിന് ഊഹിക്കാലോ. ക്ലാരയ്ക്ക് ഒരുപക്ഷെ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മൈക്കിളെങ്കിലും അത് മനസ്സിലാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ജീവിക്കാനുള്ള അമിതമായ ദാഹമാണ് മദർ എൻ്റെ ഉള്ളിൽ. അത് എന്നിൽ വളർത്തിയതിൽ മദറിനും പങ്കുണ്ടല്ലോ. മദറിനെ വേദനിപ്പിക്കണമെന്നും ധിക്കരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ആഗ്രഹവുമില്ല. പക്ഷേ ക്ലാര നിർബന്ധിച്ചാൽ, അവൾ ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ ഞാൻ... മൈക്കിൾ, ഇക്കാര്യത്തിൽ മദറിനോട് ക്ഷമിക്കണം. സാറേ, ദേ മരുമോൻ വന്നിരിക്കുന്നു. ആര്? മൈക്കിളോ? അതെ സാറേ, ആളങ്ങ് സ്മാർട്ടായി പോയിരിക്കുന്നു. ചെറിയൊരു ഏന്തുണ്ടെന്ന് ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ആ വടിയും കൂടെ അങ്ങ് കളഞ്ഞാൽ ഓക്കെ. ആ തൻ്റെ കരുനാക്ക് വളച്ചൊന്നും പറയാതെ ഇങ്ങ് വിളിക്കേ. ഓ, വരണം സർ, ഇരിക്കണം. കക്ഷികൾ ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. ആ മൈക്കിളിരിക്കെ. എന്നത്തേക്കാ സാറേ യാത്ര? ക്ലാരക്കുഞ്ഞിനെയും മോളയും കൊണ്ട് ജർമ്മനിയിലേക്ക് പോകാണെന്ന് കേട്ടല്ലോ. തന്നോട് ഇതാരാ പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു സാറേ. വേണ്ടപ്പെട്ടവർക്കൊരു കാര്യം വന്നാ ഞങ്ങളൊക്കെ അറിയാതിരിക്കോ? അല്ലയോ സാറേ? മൈക്കിളിന് ചായയോ കോഫിയോ? ഒന്നും വേണ്ട. ആ താൻ പുറത്തേക്ക് നിൽക്ക്. ശരി സാർ. വിളിക്കാം. മൈക്കിള് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ക്ലാരയെ കാണുകയോ മറ്റോ ഉണ്ടായോ? ഇല്ല. എന്നാ ചെയ്യാനാ മൈക്കിൾ? നമ്മൾ ചിന്തിക്കുന്നത് പോലെയും കണക്കൂട്ടുന്ന പോലെയൊന്നും അല്ലല്ലോ പലപ്പോഴും സംഭവിക്കാറുള്ളത്. ക്ലാര എന്തെങ്കിലും പറഞ്ഞോ അങ്കിൾ? അവക്ക് പറയാനുള്ളത് എപ്പോഴും ഒന്നല്ലേ ഉള്ളൂ. അതിൽ തന്നെ മുറിയെ നിൽക്കുകയാണ് അവൾ. അപ്പോ ഇതിൻ്റെയൊക്കെ ആരംഭത്തിലെ ഞാൻ അവളോട് പറഞ്ഞത് കേട്ടില്ല. അന്നേ അവളത് അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയൊക്കെ വിഷമിക്കേണ്ടി വരുമായിരുന്നു. ആരാന്റെ കുഞ്ഞിന് വേണ്ടി ഇവൾ ഇത്രയും ശാഠ്യം പിടിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അല്ല, മൈക്കിൾ എന്നാ തീരുമാനിച്ചു? ഞാനെന്ത് പറയാനാ അങ്കിൾ? തീരുമാനങ്ങളെല്ലാം ക്ലാരയുടേതല്ലേ? എന്ന് പറഞ്ഞാൽ അങ്കിളിനറിയാലോ, ക്ലാരയുടെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ എന്തുമാത്രം പരിശ്രമിച്ചു. ഒടുവിൽ ഇങ്ങനൊരു കാരണം കൊണ്ടാണെങ്കിൽ കൂടി അവൾ എന്നോടൊപ്പം വരാൻ തയ്യാറായില്ലേ? അങ്ങനെയുള്ളപ്പോൾ ക്ലാരയുടെ തീരുമാനങ്ങൾ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഒത്തുചേരാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. അതുകൊണ്ട് ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു അങ്കിൾ. ഒരു നിമിഷം മുമ്പേ ഞങ്ങൾക്ക് ഇവിടുന്ന് പോയേ തീരൂ. പൊയ്ക്കോളൂ, പക്ഷേ സ്നേഹമോൾ കൂടുണ്ടാകാൻ പാടില്ലെന്ന് മാത്രം. അങ്കിൾ, മൈക്കിൾ, നമ്മൾ കുറച്ച് വൈകിപ്പോയി.
സ്നേഹ ശ്യാമിൻ്റെ കുഞ്ഞാണെന്ന് അയാൾ തിരിച്ചറിയുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ പറയില്ലായിരുന്നു. പക്ഷേ ഇനി എനിക്കതിന് നിർവാഹമില്ല മൈക്കിൾ. ശ്യാം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാണ്. അപ്പോൾ ക്ലാരയോ? സ്വന്തം മകളുടെ ജീവിതത്തേക്കാൾ വലുതാണോ അങ്കിളിന് മറ്റുള്ളവർ? അല്ല, പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം തകർത്തുകൊണ്ട് മകളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ക്ലാരയുടെ അവസ്ഥ അങ്കിൾ എന്താ മനസ്സിലാക്കാത്തത്? എൻ്റെ മകളുടെ അവസ്ഥ മറ്റാരേക്കാളിലും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മാത്രമാണടോ. മൈക്കിൾ, നീ പഠിപ്പുള്ളവനാണ്, ലോകവിവരവും ഉണ്ട്. പക്ഷേ ജീവിതാനുഭവം തന്നേക്കാൾ കൂടുതൽ എനിക്കാണ്. എല്ലാവരുടെയും വാക്കുകളും ധിക്കരിച്ച് സ്നേഹമോളെയും കൂട്ടി നിങ്ങൾ ജർമ്മനിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ ആം ഷുവർ യു വിൽ റിഗ്രറ്റ് ലേറ്റർ. താൽക്കാലികമായ നിങ്ങളുടെ ഈ കൂടിച്ചേരലിന് സ്നേഹം ഒരു കാരണക്കാരിയായിട്ടുണ്ടെങ്കിൽ വൈകാതെ തന്നെ അവൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കരടായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആലോചിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കുക. അല്ല, താൻ എന്നതാ മോളിക്കുട്ടി പറയുന്നത്? ആ ശ്യാം എന്ന് പറയുന്നത് താനും കേട്ടതല്ലേ? തല ഉനിച്ച് നിൽക്കാനല്ലാതെ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ തന്നെ കൊണ്ട് കഴിഞ്ഞോ? അതൊക്കെ നേരെ തന്നെയാ. എന്നാലും ക്ലാരയുടെ കാര്യം ഓർക്കുമ്പോ. അപ്പോ എനിക്കാ ഓർമ്മയില്ലെന്നാണോ? നേരാമണ്ണോന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് തനിക്കും അറിയാമല്ലോ. ഒക്കെ അവളായിട്ട് വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ നമുക്ക് പറ്റുമോ ചായ? പിന്നെ നമ്മൾ എന്നതാ ചെയ്യേണ്ടത്? അതുകൊണ്ടൊന്ന് പറഞ്ഞേ. എനിക്കൊന്നും അറിയില്ല എന്റെ കർത്താവേ. ആഹാ, എന്നാലേ മിണ്ടാതെ അവിടെ കാണാൻ വരുന്നു. അല്ല പിന്നെ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞെന്ന് വിചാരിച്ചതാ. മൈക്കിളിലാണെങ്കിൽ നല്ല ബുദ്ധിയും തോന്നിപ്പിച്ചു. എന്നിട്ടും പക്ഷേ തന്റെ മോക്ക് മാത്രം നല്ല ബുദ്ധി തോന്നുന്നില്ലല്ലോ. അതെന്താ? അച്ചായനെതിരെ എന്നോട് കയർക്കുന്നേ? അല്ല മോളിക്കുട്ടിയെ, താൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അവൾ ഈ പറയുന്നതിൽ എന്നാ ന്യായമാ ഉള്ളത്? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവക്ക് ഇനിയെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് ഒരു മനസ്സുണ്ടായിക്കൂടെ? ശ്യാമിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാ അച്ചായൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. അവിടെ ഭാഗത്ത് നിന്ന് അച്ചായനൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാനൊരു അച്ഛനാണ്, അതിനോടൊപ്പം ഒരു ക്രിമിനൽ ലോയർ കൂടിയാണ്. എനിക്ക് ആ വഴിക്ക് കൂടി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അവൾ പറയുന്നത് യാതൊരു ന്യായവും ഇല്ല. അച്ചായന് മനസ്സിലാവില്ല. ഒരു പെണ്ണിന്റെ മനസ്സറിയൂ. എന്നാലേ താനും കൂടെ ചെല്ലടോ. മോടെയും മരുമോന്റെയും കൂടെ കണ്ടോന്റെ കുഞ്ഞിനെയും കൊണ്ട് ജർമ്മനിയിലേക്ക് പറന്നു. മറ്റുള്ളവർ വന്ന് എന്റെ മുഖത്ത് കാർക്കിച്ചു തൂപ്പട്ടെ. അപ്പനപ്പന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച കുടുംബത്തിന്റെ സൽപ്പേര് തൊലയട്ടെ. അപ്പൊ തനിക്കും തൃപ്തിയാകുമല്ലോ. നമ്മളായിട്ടല്ലേ അച്ചായ ആ മൈക്കിളിനൊരാശ കൊടുത്തത്? ആയിരിക്കാം, പക്ഷേ ഇങ്ങനെയൊക്കെ വന്നു ഭവിക്കുമെന്ന് ആരറിഞ്ഞു? ശ്യാമിന്റെ കുഞ്ഞാണ് സ്നേഹ. ആ അവകാശത്തെ ആർക്കും നിഷേധിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ക്ലാരയുടെയും മൈക്കിളിന്റെയും ഒപ്പം സ്നേഹ എവിടേക്കും പോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. വരുമരാഴികൾ പറഞ്ഞെന്നേ ഉള്ളൂ. താനതിന് വിഷമിക്കുകയൊന്നും വേണ്ട. ആരാ? ഞാൻ അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ്. എനിക്ക് മൈക്കിളിനെ ഒന്ന് കാണണമായിരുന്നു. അകത്തേക്ക് വരൂ. ഇരുന്നോളൂ. ഞാൻ അവനോട് പറയാം. താങ്ക് യു.
ഇരിക്കെ. താങ്ക് യു. ശ്യാം അല്ലേ? എനിക്കറിയാം. മൈക്കിളിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. കേട്ടതൊന്നും അത്ര നല്ല കാര്യങ്ങളാകാൻ വഴിയില്ല അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഭംഗി വാക്ക്. എനിക്കറിയാം ശ്യാം, ഞാനത്ര നല്ലവനൊന്നും ആയിരുന്നില്ല. ജീവിതമെടുത്ത് കൈകളിലിട്ട് പന്താടിയ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അതിൻ്റെ ദാ കണ്ടില്ലേ ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. യൗവനം ഒരു ശാപമാണെന്ന് ഏതോ ഒരു മഹാൻ പറഞ്ഞത് ഓർക്കുന്നു. യൗവനകാലത്ത് ചെയ്തു കൂട്ടിയതെല്ലാം ഓർത്ത് നാളെ പശ്ചാത്തപിക്കേണ്ടി വരും അത്രേ. ആദ്യം കേൾക്കുമ്പോൾ ആ വാക്കുകളുടെ വ്യാപ്തി ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ വൈകാതെ നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യും. ശരിയല്ലേ ശ്യാം? ശരിയായിരിക്കാം. പക്ഷേ പൂർണ്ണമായി അതിനെ അംഗീകരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. വൈ? മനുഷ്യൻ വ്യത്യസ്തനാണല്ലോ. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ദീർഘവീക്ഷണത്തോടെയും കരുതലോടെയും മാത്രം ചുവടുവയ്ക്കുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും ആ കൂട്ടത്തിലുണ്ടാവില്ലേ? അപ്പോൾ ശ്യാമ കാറ്റഗറിയിലാണെന്നാണോ? അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ശ്യാമിൻ്റെ ലൈഫിൽ എങ്ങനെ ഈ താളപ്പുഴകളുണ്ടായി? നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ് ശ്യാം. നമുക്ക് നമ്മൾ മാത്രമാണ് ശരി. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും പലപ്പോഴും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സെൽഫിഷ്നെസ്സിൻ്റെ മറ്റൊരു ഭാവം. അതുകൊണ്ടാവും മൈക്കിൾ ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തത് അല്ലേ? യൗവനകാലത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്ത് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന മഹത്വചനം പറഞ്ഞത് മൈക്കിൾ തന്നെയാണല്ലോ. മൈക്കിൾ ഇപ്പോഴും യൗവനം കടന്നിട്ടില്ല എന്നോർക്കണം. ശ്യാം എന്താ ഉദ്ദേശിക്കുന്നത്? കേവലം കേട്ടുകേഴ്വി മാത്രമല്ലാതെ ഇതിനു മുമ്പ് പരസ്പരം ഒന്ന് കണ്ടിട്ടുകൂടിയില്ലാത്ത താങ്കളെ തേടി ഞാൻ ഇവിടേക്ക് വന്ന ആ നിമിഷം തന്നെ മൈക്കിളിനത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. മൈക്കിൾ, സ്നേഹമോൾ എൻ്റെ കുഞ്ഞാണെന്ന് മൈക്കിളിനും അറിയാമല്ലോ. സ്ത്രീ സഹജമായ ചാബല്യമാണ് ക്ലാരയെ ഭരിക്കുന്നത്. ദയവ് ചെയ്ത് മൈക്കിൾ അതൊരിക്കലും അനുവദിക്കരുത്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ശ്യാം, താങ്കൾ പറഞ്ഞല്ലോ സ്ത്രീ സഹജമായ ചാബല്യമെന്ന്. ശരിയായിരിക്കാം, ക്ലാരയെ ഭരിക്കുന്നത് അത് തന്നെ ആവാം. പക്ഷേ അവളെ അനുകൂലിക്കാതിരിക്കാൻ തൽക്കാലം എനിക്ക് നിർവാഹമില്ല. അതായത് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നു? ഇല്ല മൈക്കിൾ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ശ്യാം, നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ഇത്രയും കാലം സംരക്ഷിച്ച് വളർത്തിയവളാണ് ക്ലാര. ആ ഒരു ആനുകൂല്യം ഓർത്തെങ്കിലും പ്ലീസ് കുറച്ചു കാലം കൂടി സ്നേഹമുള്ള അവൾക്ക് വിട്ടുകൊടുക്കണം. നിങ്ങൾ എന്താണ് മിസ്റ്റർ പറയുന്നത്? നിങ്ങൾക്കിതെങ്ങനെ പറയാൻ കഴിയുന്നത്? എനിക്കിങ്ങനെ പറഞ്ഞേ പറ്റൂ ശ്യാം. നിങ്ങളോടിങ്ങനെ അപേക്ഷിച്ചേ തീരൂ. കാരണം എൻ്റെ ജീവിതം പോലും ഇപ്പം നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൈകളിലാണ്. വാട്ട് ഡു യു മീൻ? അതെ ശ്യാം, ആ കുഞ്ഞിൻ്റെ സംരക്ഷണം ഓർത്തു മാത്രമാണ് ക്ലാര വീണ്ടും എന്നോടൊപ്പം ജീവിക്കാൻ തയ്യാറായതുപോലും. ഒരുമിച്ചൊരു ജീവിതമൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ ക്ലാരയിൽ മാറ്റങ്ങളുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ സ്നേഹമോളോടുള്ള ക്ലാരയുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വന്നേക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ശ്യാം, അന്ന് നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ തന്നെ നിങ്ങളെ തിരികെ ഏൽപ്പിച്ചോളാം. ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ കാര്യങ്ങളാണ്, നിങ്ങളുടെ മാത്രം കാര്യങ്ങൾ. ബട്ട് ഐ എം സോറി മിസ്റ്റർ മൈക്കിൾ, ഒരച്ഛനെ സംബന്ധിച്ച് ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിലോ? സ്നേഹമോളോടുള്ള ക്ലാരയുടെ മനോഭാവങ്ങൾക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിലോ?
മിസ്റ്റർ മൈക്കിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പോലെ എനിക്ക് എൻ്റെ ജീവിതവും വലുതാണ്. എൻ്റെ മകളാണ് വലുത്. ജർമ്മനിയിലേക്കെന്നല്ല, ഒരിടത്തേക്കും എൻ്റെ മകളെ ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വരെ വന്നത്. വരട്ടെ, ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. മൈക്കിൾ, റിലാക്സ്. ആ